ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ആൾ കണ്ടാൽ മതി. ബാക്കിയുള്ളവരുടെ അങ്ങോട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ SSC മലയാളീൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം തുടർന്ന് അങ്ങോട്ട് കണ്ടാൽ മതി. ബാക്കിയുള്ളത് ജനറൽ ആയിട്ട് തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊന്നും കാണാം കേട്ടോ. അത് ജസ്റ്റ് നോക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ SSC മലയാളി ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കണം. ഞാൻ മെയിനായിട്ട് ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ജസ്റ്റ് നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ടെലഗ്രാമിൽ ഒരു ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഹിന്ദിക്കാരുടെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ആളുകൾ ഡിസ്ലൈക്ക് അടിച്ചു കാര്യങ്ങളുണ്ടായിരുന്നു. 3-4 ആളുകൾ, അധികമൊന്നുമില്ല, 3 ആളുകൾ. അതിലൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ എന്തിനായി ഹിന്ദിക്കാരുടെ ക്ലാസ്സുകൾ നെഗറ്റീവ് ഇട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും ഒരാളുടെയും ഒരു ഹിന്ദി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയാനല്ല ഞാനത് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ ശരിക്കും മനസ്സിലാക്കിയാൽ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാനതിൽ എവിടെ ആരും കുറ്റം പറയില്ല. കാരണം ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ഞാൻ അവരുടെ ക്ലാസ് കണ്ട് പഠിച്ച ഒരാളാണ്. 2017 ഡിസംബറിൽ ഞാൻ SSC ഫീൽഡിലോട്ട് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു 90% എസ്പെഷ്യലി മാത്സ് 90% ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഹിന്ദിക്കാരുടെ ക്ലാസ്, അഭിനയ് ശർമ്മ, ഗഗൻ പ്രതാപ് പോലത്തെ ആളുകളുടെ ക്ലാസ്സുകളാണ് ഞാൻ മെജോറിറ്റി കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അന്ന് ഇറങ്ങിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗതികേട് കൊണ്ടാണ്. അത് അവരുടെ ക്ലാസ് മോശമായത് കൊണ്ടല്ല. എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷ അറിയില്ല. ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷ തീരെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്നല്ലാതെ കേട്ടാൽ മനസ്സിലാകാത്തൊരു ഭാഷയാണ് ഹിന്ദി. പക്ഷെ എന്നിട്ട് ഞാനത് കണ്ടതെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ ഗതികേട് കൊണ്ട്. കാരണം വേറൊരു ക്ലാസ് അവൈലബിൾ അല്ല. നിങ്ങൾ യൂട്യൂബിൽ ഓഫ്ലൈൻ എനിക്കറിയില്ല, ഞാൻ ഓൺലൈൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓഫ്ലൈൻ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഓൺലൈനിൽ വേറൊരു നല്ല ക്ലാസ്സുകളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പം നമ്മളൊക്കെ ഓൺലൈനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് അന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് ജനറലി അധികം PSC ക്ലാസ്സുകളായിരിക്കും. ഞാൻ മാത്സിൻ്റെ ബേസായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ GK ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ SSC ക്ലാസ്സായാലും PSC ക്ലാസ്സായാലും ജനറലി ഒരുപോലെ കണ്ടാൽ മതി, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി നല്ല കണ്ടന്റ്. കാരണം നമുക്ക് 60 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമ്മൾ മാത്സ് പഠിക്കണം. വെറുതെ എന്തെങ്കിലും ഒരു സിലബസ് കവർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ ഹിന്ദിയിലായതുകൊണ്ട് ഞാൻ അതിനെ ഫോളോ ചെയ്ത്, അപ്പോൾ ഞാൻ കണ്ട് പഠിച്ച് ഫോളോ ചെയ്ത ആളുകളാണ് അവർ. അപ്പോൾ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഞാൻ അന്ന് കണ്ട്, ഞാനന്ന് കാണാൻ കാരണം എൻ്റെ ഗതികേട് വേണം. ഇപ്പോഴും എനിക്ക് പല കുട്ടികളും മെസ്സേജ് അയക്കാണ്, സാറേ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ആ സാറിൻ്റെ ക്ലാസ് എടുത്തു, ഈ സാറിൻ്റെ ഈ നോർത്ത് ഇന്ത്യയിൽ ആ ക്ലാസ്സിൻ്റെ സാറിൻ്റെ ക്ലാസ് എടുത്തു. ഓക്കെ, ഹിന്ദി അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഹിന്ദി അറിയാത്ത ക്ലാസ്സുകൾ പോലും കുട്ടികൾ പോലും ആ ക്ലാസ്സുകൾ എടുത്തിട്ട് പലപ്പോഴും സാറേ അധികമൊന്നും മനസ്സിലാവില്ല, എന്നാലും ഞാൻ അവിടെ കോഴ്സ് എടുത്തു എന്നിട്ട് അങ്ങനെ എടുക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ആ ഒരു ക്ലാസ് കണ്ട് പഠിച്ച ഒരാളാണ്. അവർ പഠിച്ച അതേ കാര്യം, അവർ പറയുന്ന അതേ കാര്യങ്ങൾ അതേ ക്വാളിറ്റിയിൽ നമ്മൾ ഇന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അതിലൊന്നും നെഗറ്റീവ് ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നെഗറ്റീവ് പോസ്റ്റ് ഒന്നും ഞാൻ പറയുന്നത് SSC മലയാളി എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് മാത്രമാണ്. വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. വേറൊരാളെ താഴ്ത്തി കെട്ടിയിട്ട് നമുക്ക് വളരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന അതേ ക്വാളിറ്റി, കാരണം നമ്മൾ ആ ക്ലാസ്സുകൾ കണ്ടാണ് പഠിച്ചത്, അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു ക്വാളിറ്റി ക്ലാസ്സുകൾ കണ്ടിട്ടാണ് ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പറയുന്നത് ഞാൻ ബേസിക്കലി മാത്സ് റീസണിങ് പോലത്തെ ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSCൻ്റെ ക്ലാസ്സുകൾ കണ്ടാൽ, ഇംഗ്ലീഷ് അല്ല GK PSCൻ്റെ ക്ലാസ്സുകൾ കണ്ടാൽ, പക്ഷേ മാത്സ് ഒക്കെ അത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ കിട്ടിയില്ല പ്രശ്നം. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ക്ലാസ്സുകൾ അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതേപോലെ അത് ഞാനത് വീഡിയോയിൽ അത് പറയാൻ കാരണം, നമ്മൾ ഈ എക്സാം ക്വാളിഫൈ ആളുകളാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇതിൻ്റെ കൂടെ എൻ്റെ ടീം, ഞാൻ അവരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. അപ്പോൾ അവർക്കറിയാം ഈ പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുന്നത്, ഇനി ചോദിക്കുന്ന പല ചോദ്യങ്ങളും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ ഷോർട്ട് കട്ട് മെത്തേഡ് കാര്യങ്ങളൊക്കെ അറിയാം. കാരണം അത്രയും എനിക്ക് അവരിൽ കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എൻ്റെ കൂടുതലുള്ള ആളുകളുടെ കാര്യത്തിലായിക്കോട്ടെ, അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ പറഞ്ഞത് അഹങ്കാരമായിട്ട് കൂട്ടരുത്, അത് നമ്മുടെ ഫാക്കൽറ്റീസിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അത് SSC മലയാളിൻ്റെ മാത്രം ഞാൻ പറയുന്നത്, ബാക്കി ഞാൻ വീണ്ടും പറയുന്നത്, ബാക്കിയുള്ള ആരെയും ഞാൻ താഴ്ത്തി കെട്ടാൻ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ കാര്യമാണ് ഇവിടെ എടുക്കുന്ന ഫാക്കൽറ്റീസിൻ്റെ ഓരോരുത്തരുടെയും ക്വാളിറ്റി എനിക്ക് അത്രയും അറിയാം. 100% പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ 100% പെർഫെക്റ്റ് അല്ല, അത് ഞാനെപ്പോഴും എല്ലായിടത്തും പറയും. പക്ഷേ എന്നാലും നമ്മൾ കണ്ട ക്ലാസ്സുകളൊക്കെ അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ അതിനേക്കാളും നല്ല മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ അങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്തത്. ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ഞാൻ ഉദ്ദേശിച്ചത് ആ കണ്ടന്റ് ക്വാളിറ്റി, ആ ഒരു HD ആ ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ്, അതായത് ആ ഒരു വീഡിയോ ക്വാളിറ്റി അല്ല, കണ്ടന്റിൻ്റെ ക്വാളിറ്റി, പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ മെത്തേഡ്സ്, അതിൽ പറയുന്ന ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു പരീക്ഷയിൽ 100 ചോദ്യങ്ങൾ ഒരു 60 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ, അതിൻ്റെ മുമ്പ് ചെയ്ത് തീരാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഞാനതിൽ നിങ്ങൾക്ക് ഓരോ ഫാക്കൽറ്റീസ് കാര്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് SSC മലയാളി ക്ലാസ് എടുക്കുന്നത്. വേണമെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ ഡെമോ ക്ലാസ്സുകൾ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ പോയി കണ്ടു നോക്കുക, എന്നിട്ട് സ്വയം മനസ്സിലാക്കുക കേട്ടോ. കാരണം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഒരിക്കലും ഹിന്ദിക്കാരുടെ ക്ലാസ്സിനെ കുറ്റം പറഞ്ഞതല്ല. നല്ല ക്ലാസ്സുകളാണ്. കാരണം ഞാൻ പഠിച്ചതാണ്. ഞാൻ അന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്കന്ന് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഹിന്ദി ഭാഷ, ഇപ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് 2018 GST കിട്ടിയതിന് ശേഷം ഞാൻ അമൃത്സറിൽ പോയി, ഞാൻ സ്വയം ചൂസ് ചെയ്ത് പോയത് തന്നെ ഹിന്ദി കുറച്ചെങ്കിലും ഒന്ന് പഠിക്കണം. കാരണം നമ്മൾ ഇന്ത്യ രാജ്യത്താകുമ്പോൾ കുറച്ചൊന്ന് നമുക്ക് പിടിച്ചിക്കണമെങ്കിൽ, എവിടെ പോകണമെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹിന്ദി അത്യാവശ്യമാണ്. ഹിന്ദി, ഇംഗ്ലീഷ് ഈ 2 ഭാഷകൾ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വെച്ചിട്ട് ഞാൻ അന്ന് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ചൂസ് ചെയ്ത് പോയത്. കാരണം അത്രയും ഹിന്ദി അറിയാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ കാലത്ത്.
പക്ഷെ എന്നാലും മാത്സ് ഒക്കെ ആയതുകൊണ്ട് കുറേയൊക്കെ തട്ടിമുട്ടി ഇങ്ങനെ കണ്ടു നോക്കി മനസ്സിലായി പോയി. എന്നാലും 100% മനസ്സിലായെന്ന് വെച്ചില്ല. ഇപ്പോഴും അതുപോലെ പല കുട്ടികളും അത് ഹിന്ദി അറിയുന്നവരുടെ കാര്യം ഓക്കെ അത് മാറ്റി നിർത്തി. ഞാൻ പറയും ഹിന്ദി അറിയാത്ത കുട്ടികൾ പോലും അത് കണ്ടിട്ട് വളരെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ മലയാളത്തിൽ ക്ലാസ്സുകൾ അവൈലബിൾ അല്ലല്ലോ. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണത്. നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ പണ്ട് മുതലേ ഓക്കെ നമ്മളൊരു 4-5 വർഷം മുമ്പത്തെ കേസ് അല്ല ഇപ്പോഴത്തെ കേസ്. ഇപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പണ്ട് UPSCനെ പറ്റി പറയാറുണ്ട്. UPSC പഠിക്കണേ എവിടെ പോകണം? ഡൽഹി പോകണം. അത് നമ്മൾ പണ്ട് മുതലേ വെച്ചൊരു തെറ്റിദ്ധാരണ. ഇപ്പം നിങ്ങൾ നോക്കുക UPSC കേരളത്തിൽ ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവരും അത് തിരുവനന്തപുരം ആ ഒരു ബേസ് ചെയ്ത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് പഠിക്കുന്ന അത്യാവശ്യം നല്ല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ പഠിക്കുന്ന ആളുകളാണ്. ഒരുപാട് നല്ല നല്ല എമിനന്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളാണ് ഈ കേരളത്തിൽ നിന്ന് ക്വാളിഫൈ. ഇപ്പോൾ ഡൽഹി പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ SSCയും പണ്ടൊക്കെ ഡൽഹി പോയിട്ട് പഠിച്ചിരുന്ന ആളുകളുണ്ട്. അത് ഡൽഹി പോയി പഠിച്ചാലേ അത് കിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ അവിടെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള. അതൊന്നുമല്ല, നിങ്ങൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ SC മലയാളി ഓക്കെ അതിലൊന്നാണ്. അതുപോലത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡൽഹി പോയി പഠിക്കേണ്ട. പെണ്ണൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു സാറ് ഡൽഹിയിലൊക്കെ ആയിരുന്നു പഠിച്ചത്. രാകേഷ് യാദവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയി പഠിച്ചു. അതൊക്കെ അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടതാണ് നമ്മൾ കോഴ്സ് എടുക്കുന്ന ആ ഒരു ഇതിൽ ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസമാണ് വേണ്ടത്. അവരുടെ ക്ലാസ് നല്ലതാണെന്നുള്ള വിശ്വാസം. പണ്ട് മുതൽ ആരൊക്കെയോ പറഞ്ഞു ഡൽഹി പോയി പഠിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ക്ലാസ്സുകളുണ്ട് പഠിക്കണം, എന്നാലേ SSC ക്ലിയർ ആവുന്നുള്ള തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നുമില്ല. നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. എസ്പെഷ്യലി SSC മലയാളത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ എനിക്ക് 100% അതിൽ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയും. നല്ലത് ആരെയും നെഗറ്റീവായിട്ട് കുറ്റം പറയാനൊന്നുമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ വെറുതെ നെഗറ്റീവ് അടിച്ച് പോകുന്ന ആളുകൾ അവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ കോഴ്സിനെ പറ്റി കാര്യങ്ങൾ പറയാനാണ് ഇത്ര ജനറലി പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ SSC മലയാളിൻ്റെ കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ കണ്ടാൽ മതി. ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. കാരണം നമ്മുടെ ഓരോ ഫാക്കൽറ്റീസ് ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്, അവരേതൊക്കെ രീതി, അവരുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെപ്പറ്റി, എൻ്റെ പേര് അറിയാത്ത ആളുകളുണ്ടാവും. എൻ്റെ പേര് സഫ്ദർ ഹാഷ്മി എന്നാണ്. ഞാൻ 2018 CGL ക്വാളിഫൈ ആയിട്ടുണ്ട്. അതിൽ GST ഇൻസ്പെക്ടർ ആയിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ 2019 CBI സബ് ഇൻസ്പെക്ടർ, അതായത് ഓൾ ഇന്ത്യ 62 റാങ്ക് ആയിരുന്നു, കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അങ്ങനെയാണ് ക്വാളിഫൈ ആയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാത്സിൻ്റെ ചില അരിത്മെറ്റിക് പോർഷൻസ് മെയിൻലി ഓൺലൈനിലൊക്കെ ആയിക്കോട്ടെ ക്ലാസ് എടുക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു സാറായിരിക്കും ആദിത്യരഞ്ജൻ സാറൊക്കെ. ഈ ആദിത്യരഞ്ജൻ സാറൊക്കെ ക്വാളിഫൈ ചെയ്ത് അതേ പരീക്ഷ ആദിത്യരഞ്ജൻ സാർ എനിക്ക് 2000 റാങ്കിലാണ് ക്വാളിഫൈ ചെയ്ത്. ഞാൻ 62 റാങ്കിൽ ക്വാളിഫൈ ആണ്. ഞാൻ ഒരിക്കലും എന്നെ പൊക്കി പറയാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ. കാരണം ഞാൻ പറയുന്നത് അവരുടെ അതേ ക്വാളിറ്റി നമുക്കും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മെൻഷൻ ചെയ്തത്. പലപ്പോഴും ഞാൻ 2018 ജോലി കിട്ടിയതിന് ശേഷം 2-2.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ എവിടെയും എൻ്റെ ഒരു സ്റ്റാറ്റസ് പോലും, ഞാൻ CBIയിൽ വർക്ക് ചെയ്ത് GSTയിൽ വർക്ക് ചെയ്ത് ഒരു സ്റ്റാറ്റസ് പോലും എൻ്റെ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇടാറില്ല. കാരണം ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് പോകാറില്ല. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ. അപ്പോൾ ഞാൻ എത്രത്തോളം ക്ലാസ് എടുക്കാൻ ക്വാളിഫൈഡ് ആണ് നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് ഒരു കടയിൽ പോയി തീപ്പെട്ടി വാങ്ങിയാൽ പോലും അതിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്ന ആളുകൾ. 50 പൈസൻ്റെ 1 രൂപേൻ്റെ ഒരു തീപ്പെട്ടി വാങ്ങിയാൽ പോലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഓൺലൈൻ ക്ലാസ് ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് അറിയിക്കുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഞാൻ പല സ്ഥലത്തും സ്റ്റാറ്റസ് ആയിട്ട് പറയുന്നത്. അതിന് മുമ്പ് നമ്മൾ പറയാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഈ ഒരു ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗതികേട് കേട്ടോ. നമുക്കിവിടെ പിടിച്ച് നിൽക്കാനുള്ള ഒരു ഗതികേട് കൊണ്ട് മാത്രം പറയുന്നതല്ല. നമ്മൾ ഇന്നതാണ്, ഇന്ന റാങ്കാണ്, ഇന്നത് ഇട്ട് ഇങ്ങനെ പറഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, അതായത് മാത്സിൻ്റെ ക്ലാസ്സുകൾ അരിത്മെറ്റിക് പോർഷൻസ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ 2019 CGL പരീക്ഷ നിങ്ങൾക്കറിയാം. അന്ന് Tier 2 പരീക്ഷ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇംഗ്ലീഷും മാത്സും മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും മാത്സും അത് 200 മാർക്കിന് ഇംഗ്ലീഷും ഉണ്ടാവും, 200 മാർക്കിന് മാത്സും ഉണ്ടാവും. അന്ന് എനിക്ക് മാത്സിൽ 200 സ്കോർ ചെയ്യാൻ, ഒരു മാർക്ക് പോലും പോവാതെ 200 മാർക്കിൽ 200 സ്കോർ ചെയ്യാൻ അന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് എനിക്ക് 200 സ്കോർ ചെയ്യാൻ എനിക്ക് ഉപകാരപ്പെട്ട ഒരുപാട് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാനവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ പല ആൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു പാത്തിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാവാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ ഞാനുണ്ടോ. പിന്നെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത മാത്സിൻ്റെ തന്നെ അഡ്വാൻസ് മാത്സുകൾ കൈകാര്യം ചെയ്യുന്ന ബാസിം സാറാണ്. ഒറ്റ കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ എന്നെ പറ്റി ഞാൻ പറയില്ല പറഞ്ഞ, പക്ഷേ ബാക്കിയുള്ളവരെ പറ്റി ഞാൻ കൃത്യമായിട്ട് പറയാം. ഇന്നിപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൽ മാത്സ് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ അരിത്മെറ്റിക് എടുക്കുന്നതുകൊണ്ട് ബാസ് സാർ അഡ്വാൻസ് കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മാത്സിൻ്റെ ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ഏത് ടോപ്പിക്കിന് കൈകാര്യം ചെയ്യാൻ ബെസ്റ്റ് ഫാക്കൽറ്റി തന്നെയാണ് ബാസിം സാർ. അത്ര എലിജിബിൾ ആയിട്ടുള്ള ആളിനാണ്. ഇപ്പോൾ ബാസ് സാർ CGLന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. 2022 എനിക്കൊന്ന് ടൈപ്പിംഗ് പോയതുകൊണ്ട് മാത്രം അന്ന് ജോലി കയറാത്തത്. 2025 വർഷം Tier 1 ക്വാളിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും എലിജിബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാസ് സാറിൻ്റെ ജസ്റ്റ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതിൻ്റെ എല്ലാവരുടെയും ക്ലാസ്സിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ 100% പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്സിൻ്റെ ക്ലാസ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് SSCൻ്റെ ബാക്കി ഫീൽഡ് ഞാൻ പറയുന്നില്ല, ബാങ്കിൻ്റെയോ PSCൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല ഫാക്കൽറ്റി. പക്ഷേ SSC ഫീൽഡിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ബാസിം സാർ കേട്ടോ. ഓക്കെ, പിന്നെ മാത്സിൻ്റെ നോക്കുകയാണെങ്കിൽ അമൽ സാറും ഉണ്ടാവും. മാത്സ് നിങ്ങളെ കൈകാര്യം ചെയ്യാൻ മാത്സ്, അതുപോലെ തന്നെ
നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് അമൽ സാർ നിങ്ങൾ കൂടെ ഉണ്ട്. അമൽ സാർ കഴിഞ്ഞ 2024 CGL പരീക്ഷ വെറും 5 മാർക്കിന് 390 വെറും 5 മാർക്കിനാണ് മിസ്സായി പോയത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് കയറി പോകേണ്ട ആളായിരുന്നു. ഈ വർഷം NTPC പരീക്ഷ മെയിൻസ് പരീക്ഷ 120ൽ 99 മാർക്കുണ്ട്, സെക്യൂരിറ്റി ടെസ്റ്റിന് 77 മാർക്കുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല, അതായത് ഇപ്പോൾ പഠിച്ച ഒരു ലെവലിലെത്തിയ ഞാൻ അതുകൊണ്ട് പറയുന്നത്, പഠിച്ച ലെവലിലെത്തിയ ഒരാൾക്ക് ഒരുപാട് പരീക്ഷകൾ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റിന്റെ ഡിഗ്രി ലെവലോ അതോ +2 തോന്നുന്നു 178.5 മാർക്ക് കണ്ടിരുന്നു. അപ്പോൾ അത്രയും നല്ല മാർക്ക് കാര്യങ്ങൾ ക്വാളിഫൈ ആയിട്ടുള്ള ഒരാളാണ് അമൽ സാർ നിങ്ങൾ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഡേവിസ് സാർ നിങ്ങൾക്ക് മാത്സിന് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കൂടെ എത്തുന്നുണ്ടാവും. ഡേവിസ് സാർ ഇതുപോലെ തന്നെ CGL പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. ഡേവിസ് സാർ ഇപ്രാവശ്യം CGL Tier 1 കേട്ടോ, CGL Tier 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു Tier 1 ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളെ പറഞ്ഞില്ല, അതിന് അവരെ ക്ലിയർ ചെയ്യാൻ സഹായിച്ച ഒരുപാട് മെത്തേഡ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ തരത്തിലുള്ള എടുക്കുന്ന ഫാക്കൽറ്റീസ് ആരും ആയിക്കോട്ടെ, ഈ ഒരു ഫീൽഡ് ഞാൻ പറഞ്ഞ ടീച്ചിങ് ഫീൽഡിലല്ല, SSC ടീച്ചിങ് ഫീൽഡിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്ന എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ മാത്സിന്റെ ഫാക്കൽറ്റീസിലാണ്. പിന്നെ GK ഫാക്കൽറ്റീസ് നോക്കുകയാണെങ്കിൽ ജിതിൻ സാർ ആയിരിക്കും മെയിനായിട്ട് ഓൺലൈനിൽ നിങ്ങളുടെ അധികം ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. ജിതിൻ സാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ PSC പരീക്ഷകളൊക്കെ എഴുതി ക്രാക്ക് ചെയ്ത് ഇപ്പോൾ അതിന് ലീവ് എടുത്ത് ക്ലാസ് എടുക്കുന്ന അങ്ങനെ ഒരാളാണ്. അപ്പോൾ UPSC പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ജനറൽ നോളജ് ഏതൊരു ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ജിതിൻ സാറിനെ കൊണ്ട് പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ അതുൽ സാറിന്റെ ക്ലാസ്സുകൾ, അതുൽ സാറിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ റെഗുലറായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ വഴി കാണുന്നതായിരിക്കും. അത്യാവശ്യം അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു ഇതല്ല, ഞാൻ പറയുന്നത് ഒരു 1 മന്ത് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരു 100 അല്ലെങ്കിൽ ഒരു 100, 105 അല്ലെങ്കിൽ 110 ഒരു 1 അവറിൽ ക്ലാസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ആ ഒരു ജസ്റ്റ് യൂട്യൂബ് ചാനൽ കയറുന്നു. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങൾ അതുൽ സാറിനുണ്ട്. പിന്നെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും അതുൽ സാർ ആയിരിക്കും കേട്ടോ. അതുൽ സാറും ഇതുപോലെ തന്നെ SSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഈ വർഷത്തെ CGL Tier 1 ക്വാളിഫൈ ആയിട്ടുണ്ട്. Tier 2 പരീക്ഷയാണ് അടുത്ത മാസം കേട്ടോ. പിന്നെ ആത്മിക മിസ് ഇതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡിൽ 2-3 വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ കുറേ അധികം ടോപ്പിക്കുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ആത്മിക മിസ്. അപ്പോൾ ഇവർ 3 പേരായിരിക്കും GK ഉണ്ടാവുക, ജിതിൻ സാറ്, അതുൽ സാറ്, അതുപോലെ തന്നെ ആത്മിക മിസ് കേട്ടോ. മാത്സിന് 4 ഫാക്കൽറ്റീസ്, GK 3 ഫാക്കൽറ്റീസ്. ഇനി അടുത്ത് നമുക്ക് ഇംഗ്ലീഷ് നോക്കുകയാണ്. ഇംഗ്ലീഷിൽ മെയിനായിട്ട് നിങ്ങൾ ഓൺലൈൻ നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അതുൽ സാറായിരിക്കും. അതുൽ സാറ്, അതുൽ KS കേട്ടോ. നേരത്തെ അതുൽ ഷാജി ആയിരുന്നു, അതുൽ KS സണ്ണി കേട്ടോ. അപ്പോൾ ഈ സാറായിരിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഫാക്കൽറ്റി ഹാൻഡിൽ ചെയ്യുന്നത്. അതുൽ സാർ ഈ പറഞ്ഞ പോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG വരെ കഴിഞ്ഞ ഒരു അധ്യാപകനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വരെ കൃത്യമായിട്ടല്ല പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അതുൽ സാറിനെ കൊണ്ട് പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ നമ്മളിപ്പോൾ ഒരു ലൈവ് സീരീസ് ഒക്കെ ചെയ്തിട്ട് അതിലൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ ഐറൻ മിസ്സിന്റെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കുട്ടികൾ നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഐറൻ മിസ്സിന്റെ ക്ലാസ്സുകളെ പറ്റിയൊക്കെ പോസിറ്റീവായിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ അതിന്റെ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐറൻ മിസ് നിങ്ങളുടെ കൂടെ ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇവരെല്ലാം യങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടുകൾ ചോദിക്കാൻ ഒരു മടിയില്ലാത്ത ഫാക്കൽറ്റീസ്, അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് നിൽക്കുന്ന ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ആളുകളാണ്. നിങ്ങൾക്ക് അതിനൊരു പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. ആര് ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും ചിലപ്പോൾ അവർ ആ ചോദിക്കുന്ന സമയത്ത് തന്നെ റിപ്ലൈ തരണമെന്നില്ല. ചിലപ്പോൾ അവർ തിരക്കിലായിരിക്കും. പക്ഷേ ഫ്രീ ആയിട്ടുള്ള സമയത്തുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ SSC മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും, SSC മംഗ്ലീഷ്. അപ്പോൾ അതിൽ നമ്മൾ ഡെയിലി ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഒന്ന് ഐറൻ മിസ് ആണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുട്ടികൾ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ വീക്ക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ചാനലിലും ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. SSC മംഗ്ലീഷ് അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ടെലിഗ്രാമിൽ കിട്ടും കേട്ടോ. അതിൽ 2000-ഓളം കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ ഡെയിലി ഓരോ റൂളും അതിൻ്റെ ക്വസ്റ്റൻസും കാര്യങ്ങളും ഡിസ്കഷനൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിക്കാനുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷിൻ്റെ വേറെ ഫാക്കൽറ്റിയാണ് ശ്രീലക്ഷ്മി മിസ് ആണ്. ശ്രീലക്ഷ്മി മിസ് ഇതുപോലെ തന്നെ SSC CGL പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റീസ് ആണ് ഇവർ 3 പേര്. പിന്നെ നമുക്കറിയാം നമ്മുടെ റീസണിങ് എന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് നേരം കണ്ടിരുന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കൊന്നുമല്ല. നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ആവശ്യമുള്ളൂ. മെജോറിറ്റി ആയിട്ട് പല ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ക്ലാസ്സുകൾ, ഇപ്പോൾ കലണ്ടർ പോലത്തെ, ക്ലോക്ക് പോലത്തെ ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടി വരും. അപ്പോൾ അരവിന്ദ് സാർ മെയിനായിട്ട് റീസണിങ് പോർഷനാണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ GK ഫിസിക്സും അരവിന്ദ് സാർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അരവിന്ദ് സാർ ഇതുപോലെ തന്നെ SSC ബാങ്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാൻ അവസാനം കൊണ്ടുവച്ച അക്ഷയ് സാർ. അവസാനം കൊണ്ടുവെക്കാനുള്ള കാരണം അക്ഷയ് സാറിന്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. കാരണം അക്ഷയ് സാർ ഓൾറെഡി 2024 CGL ക്ലിയർ ചെയ്തിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ അക്ഷയ് സാർ ചെയ്തു വെച്ച ഒരുപാട് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസും, അപ്പോൾ ആ റെക്കോർഡഡ് വീഡിയോസൊക്കെ അക്ഷയ് സാറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ കോഴ്സിൽ നിങ്ങൾക്ക് നമ്മുടെ SSC മലയാളം കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പക്ഷേ ജോലി കിട്ടിയതുകൊണ്ട് അക്ഷയ് സാറിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്ഷയ് സാറിന്റെ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം അതങ്ങനെയാണ്, റൂൾ എങ്ങനെയാണ്. പക്ഷേ അക്ഷയ് സാറിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ആ ക്ലാസ്സുകളൊക്കെ നോക്കുക. ഇപ്പോൾ റീസണിങ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ ഒരുപാട് കിട്ടി. ഒരുപാട് ഇപ്പോൾ പെർസെൻറ്റേജ്, ഇപ്പോൾ നമ്മൾ മാത്സിൽ പറയും പെർസെൻറ്റേജ് ഒരു 5-6-10 ക്ലാസ്സൊക്കെ. അതുപോലെ ആവശ്യമില്ല. റീസണിങ് ഒരു ടോപ്പിക് ഒരു ക്ലാസ്സൊക്കെ തന്നെ ധാരാളം. ബാക്കി നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയ് സാറിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അതിൻ്റെ കൂടെ നിങ്ങൾ
ഹെൽപ്പ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാക്കൽറ്റീസ് കാര്യങ്ങൾ. ഒരു 10 to 12 ആളുകളുണ്ട് നമ്മുടെ ടീമിൽ. ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ആ ഒരു മെസ്സേജിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുന്നു, നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹിന്ദിയിൽ കിട്ടുന്ന ക്ലാസ്സുകളുടെ അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ക്ലാസ്സുകളായിരിക്കും. കാരണം നിങ്ങൾ 5 വർഷം മുമ്പിൽ ചിന്തിക്കരുത്. 5 വർഷം മുമ്പുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അന്ന് നല്ലൊരു ക്ലാസ്സുകളില്ല. പിന്നെ ഈ കൊറോണ സമയത്തിന് ശേഷമാണ് കേരളത്തിൽ നല്ല നല്ല ക്ലാസ്സുകളും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങളിത് പഠിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ക്ലാസ്സുകൾ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ഡൽഹി പോകേണ്ട ആവശ്യമില്ല. പണ്ടത്തെ UPSCന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ നല്ല നല്ല ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് SSC മലയാളി അല്ലെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. അത് നിങ്ങൾക്ക് 100% നിങ്ങൾ മുടക്കുന്ന പൈസ, നിങ്ങൾ എത്ര പൈസയാണ് അതിന് മുടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് തിരിച്ച് വാല്യൂ കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് ഒരാൾ കേട്ടോ, വെറുതെ കോഴ്സ് വാങ്ങിയിട്ട് ക്ലാസ്സും കാണാതെ പോകുന്ന ഒരാൾക്ക് CGL കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല, അതിൽ സംശയമില്ല. പക്ഷേ കോഴ്സ് വാങ്ങി കൃത്യമായിട്ട് പഠിച്ച് ക്വാളിഫൈ ആകും. കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ആളുകളുണ്ട് ഒരുപാട്. SSC മലയാളിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് മാത്രം പഠിച്ച് ക്വാളിഫൈ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും, അത് ക്ലാസ്സുകളായിക്കോട്ടെ, ക്വിസുകളായിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് Tier 2 കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ കോഴ്സിനെ പറ്റി കൂടെ ഒന്ന് പറയാം. നമ്മുടെ എലീറ്റ് ബാച്ച് SSC CGL 2026 ഫോക്കസ് ചെയ്തിട്ടുള്ള എലീറ്റ് ബാച്ച് നമ്മൾ ഈ വരുന്ന ജനുവരി 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5500 ആണ്. പക്ഷേ ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ ഉണ്ട്. വാങ്ങുന്ന ആൾക്ക് 4500 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഈ ഫാക്കൽറ്റീസ് എല്ലാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. റെക്കോർഡ് ക്ലാസ്സിലായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ക്വാളിഫൈ. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ SSC GDന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് ഇനി എങ്ങനെ പഠിക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. കാരണം നമുക്ക് സമയമില്ല. ഇപ്പോൾ CGL നമുക്ക് ഇനി അടുത്ത വർഷത്തെ എക്സാം ആണ്. അതിന് ഇനി മിനിമം ഒരു 6 മന്ത് അല്ലെങ്കിൽ 8 മന്ത്സ് എങ്കിലും നമുക്ക് ഉണ്ടാവും. പക്ഷേ GD എന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ് വന്ന എക്സാം ആണ് ഫെബ്രുവരി ടു ഏപ്രിൽ. അത് ഫെബ്രുവരി മുതൽ ഏപ്രിലിന്റെ ഇടയിലായിരിക്കും പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് മാക്സിമം ഒരു 1-2 മന്ത്സിന് സമയം കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 50 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം 2 മന്ത്സ് കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് പോലെ കവർ ചെയ്യുന്ന ഒരു ബാച്ചാണിത് കേട്ടോ. SSC GDന്റെ വിക ബാച്ച് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ നിങ്ങൾക്ക് 1500 രൂപക്ക് പർച്ചേസ് ചെയ്യാം. ഈ 2 കോഴ്സുകൾ നിങ്ങൾക്ക് SSC മലയാളിന്റെ ആപ്ലിക്കേഷൻ വഴി കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പർച്ചേസ് ചെയ്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ, മെയിനായിട്ട് ഈ ഫസ്റ്റ് കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ. പക്ഷേ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അതിന് താഴെയല്ല, ജസ്റ്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഒരാളിങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. ഞാൻ ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്താനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് ഒരിക്കലും ഞാനത് ചെയ്യല്ല. കാരണം ഞാൻ പഠിച്ചത് ആ ക്ലാസ്സുകൾ കണ്ടിട്ടാണ്. പിന്നെ ഞാൻ പഠിച്ച ക്ലാസ്സുകൾ, ആ അധ്യാപകരെ ഞാൻ എന്തിന് കുറ്റം പറയണം, എന്തിന് നെഗറ്റീവ് പറയണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു. കാരണം എനിക്ക് പറയേണ്ട, കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് എവിടെയും പറയും. ഈ അഭിനയ് ശർമ്മ ഇപ്പോഴാണ് അതിനുശേഷം ഒരുപാട് ഫാക്കൽറ്റീസ് വന്നു. പക്ഷേ ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് അഭിനയ് ശർമ്മ പിന്നെ ഗഗൻ പ്രതാപ്, ഈ 2 ഫാക്കൽറ്റീസാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ്സോട് ഞാൻ അത്രയും കടപ്പെട്ടിരിക്കുന്ന ഒരാൾ. കാരണം ഞാൻ അവരുടെ ക്ലാസ് കണ്ടിട്ടാണ് പഠിച്ചത്. പക്ഷേ അവർ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ അതേ കണ്ടന്റിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഭാഷ അറിയുന്ന ആളുകളൊക്കെ, നിങ്ങൾ ഭാഷ ഹിന്ദി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് പോയി പർച്ചേസ് ചെയ്തു. പക്ഷേ ഹിന്ദി അറിയാത്ത ആളുകൾ വെറുതെ കഷ്ടപ്പെട്ട് നിങ്ങളുടെ പൈസ കളഞ്ഞിട്ട് പോയി പർച്ചേസ് ചെയ്ത് അവിടെ പോയിട്ട് ക്ലാസ്സിലൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കരുത്. ഓൾറെഡി മാത്സ് എന്ന ടോപ്പിക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാവുക. അതിലൂടെ അതിലൂടെ ഭാഷയും കൂടെ മനസ്സിലാവാത്തതാണെങ്കിൽ വീണ്ടും അത് ബുദ്ധിമുട്ടായി പോയിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, ക്വാളിറ്റി ഉദ്ദേശിച്ച് കണ്ടന്റ് ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 6 മാസത്തെ ഈ ഒരു കോഴ്സിൽ. അത് 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവും. 6 മാസത്തെ കോഴ്സിന്റെ ഡ്യൂറേഷൻ. ഈ 6 മാസത്തെ കോഴ്സിൽ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള, നേരിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. മെന്റർ കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പും കാര്യങ്ങളും അതിൽ മെന്റേഴ്സ് ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യാൻ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം, ഞാൻ എല്ലാ നിർബന്ധിക്കുന്ന താല്പര്യമുള്ളവർ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, വേറെ നെഗറ്റീവോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നേരിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ, നിങ്ങൾ ആ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ഞാൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ഡയറക്റ്റ് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു.